Hi friends, welcome back to Edumendo. In this video, നമ്മൾ ബ്ലോക്ക് ചെയിൻ്റെ ഡിഫറെന്റ് എലമെന്റ്സ് എന്തൊക്കെയെന്നാണ് കാണാൻ പോകുന്നത്. ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ആസ് എ നെയിം സജസ്റ്റ്, ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ചെയിൻ ഓഫ് ബ്ലോക്സ്. അതായത് നമ്മളുടെ ചങ്ങലയില്ലേ, സാധാരണ നമ്മൾ സിവിൽ സർവേക്കൊക്കെ യൂസ് ചെയ്യുന്ന ചെയിൻ. സപ്പോസ് ഇത് നമ്മളുടെ ചങ്ങലയാണെന്ന് വിചാരിക്കും. അപ്പൊ ഇതുപോലെ കണ്ണികൾ തമ്മിൽ കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ചെയിനാണ് ബ്ലോക്ക് ചെയിൻ. അപ്പോൾ സാധാരണ ഒരു ചങ്ങലയിൽ എങ്ങനെയാണ്? ഇനീഷ്യലി നമ്മളുടെ കയ്യിൽ ഒരു കണ്ണി ഉണ്ടായിരിക്കും. ആ ഒരു കണ്ണീനോട്ടിക്ക് കണക്റ്റഡ് ആയിട്ട് നമ്മൾ നെക്സ്റ്റ് കണ്ണീനെ ആഡ് ചെയ്ത് കൊടുക്കും. റൈറ്റ്? ഇനി പുതിയൊരു കണ്ണീനെ കോർക്കുമ്പോൾ എന്ത് ചെയ്യും? അത് ഈ പ്രീവിയസ് കണ്ണിയിലോട്ടിക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് കണ്ണി കൊടുക്കും. ഇങ്ങനെയാണ് നമ്മൾ ഈ ചെയിനിനെ എൻലാർജ് ചെയ്ത് കൊണ്ടുപോകുന്നത്. റൈറ്റ്? ഇതാണ് നോർമൽ ഒരു ചെയിൻ. അതായത് നോർമൽ ചങ്ങലയുടെ ഒരു പ്രോഗ്രസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, അല്ലെ? ഈ സെയിം കോൺസെപ്റ്റ് ആണ് ബ്ലോക്ക് ചെയിനിലും വരുന്നത്. ബ്ലോക്ക് ചെയിനിൽ നമ്മൾ ഈ കണ്ണികൾക്ക് പകരം എന്ത് കാണാം? ഓരോ ബ്ലോക്സ് കാണാം. ഇപ്പൊ ഇതാണ് എന്റെ ഫസ്റ്റ് ബ്ലോക്ക് നോക്ക്. അപ്പൊ ഇങ്ങനെ ഒരു ബ്ലോക്ക് എന്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ ഇനി പുതിയതായിട്ടൊരു ബ്ലോക്ക് ജനറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇതിനെ പ്രീവിയസ് ബ്ലോക്കിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കും. ഇനി ഞാൻ പുതിയതായിട്ട് അടുത്തൊരു ബ്ലോക്ക് ജനറേറ്റ് ചെയ്താൽ എന്ത് ചെയ്യും? ഇതിനെ പ്രീവിയസ്, അതായത് ലാസ്റ്റത്തെ നോഡിലോട്ടേക്ക് അല്ലെങ്കിൽ ലാസ്റ്റത്തെ ബ്ലോക്കിലോട്ടേക്ക് കണക്ട് ചെയ്ത് കൊടുക്കും. ഇതുപോലെ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ ബ്ലോക്കിനെയും നമ്മൾ പ്രീവിയസ് ബ്ലോക്കിലോട്ടേക്ക് കണക്ട് ചെയ്ത് ഇങ്ങനെ നമ്മൾ എൻലാർജ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ചെയിൻ ഓഫ് ബ്ലോക്സ്. ഇതിനെയാണ് നമ്മൾ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. ഈ ബ്ലോക്ക് ചെയിന്റെ ഓരോ എലിമെന്റ്സും എന്താണ്, ബ്ലോക്ക് എങ്ങനെയാണ്, ബ്ലോക്കിന്റെ അകത്ത് എന്തൊക്കെയുണ്ട്, എങ്ങനെയാണ് ഈ പ്രീവിയസ് ബ്ലോക്കിലോട്ട് കണക്ഷൻ കൊടുക്കുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് കാണാൻ പോകുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. This is the generic structure of a blockchain. ബ്ലോക്ക് ചെയിന്റെ ഒരു ജനറിക് സ്ട്രക്ചർ, ജനറൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് ഈ കാട്ടിയേക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനീഷ്യലി നമുക്കൊരു ബ്ലോക്ക് ഉണ്ടായിരിക്കും. ഇതാണ് നമ്മളുടെ ഇനീഷ്യൽ ബ്ലോക്ക്. ഓക്കെ, ഇപ്പൊ ഒരു ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ? ഒരു ലിസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻസ് ആണ് ഒരു ബ്ലോക്കിൽ ഉണ്ടായിരിക്കുക. ആ ട്രാൻസാക്ഷൻസ് ഉണ്ടായിരിക്കും, അതുപോലെ ആ ബ്ലോക്കിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഹെഡേഴ്സ് ഉണ്ടായിരിക്കും. അതായത് ഒരു ബ്ലോക്കിന്റെ അകത്ത് ബ്ലോക്ക് ഹെഡർ ഉണ്ടായിരിക്കും, ബ്ലോക്കിന്റെ ബോഡി ഉണ്ടായിരിക്കും. ബോഡി ഓഫ് ദ ബ്ലോക്ക് എന്ന് പറയുന്നതാണ് ഈ ട്രാൻസാക്ഷൻസും അതുപോലെ അതർ ഡാറ്റാസും ഉണ്ടാവുന്നത്. ഫസ്റ്റ് ബ്ലോക്ക്, നമ്മളൊരു ബ്ലോക്ക് ചെയിനിലെ ആദ്യത്തെ ബ്ലോക്ക്, ഇനീഷ്യൽ ബ്ലോക്കിന് നമ്മൾ പറയുന്ന പേരാണ് ജെനസിസ് ബ്ലോക്ക്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്, പ്ലീസ് നോട്ട് ദ നെയിം ജെനസിസ് ബ്ലോക്ക്. സോ ജെനസിസ് ബ്ലോക്ക് മീൻസ് ഇറ്റ്സ് എ ഇനീഷ്യൽ ബ്ലോക്ക് ഓഫ് ദ ബ്ലോക്ക് ചെയിൻ. ഇനി നമ്മൾ പുതിയതായിട്ട് ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ബ്ലോക്കിന് ഈ ജെനസിസ് ബ്ലോക്കിലോട്ടാണ് ലിങ്ക് ചെയ്ത് കൊടുക്കുന്നത്. എങ്ങനെയാണ് ലിങ്ക് ചെയ്യുന്നത്? ഈ ജെനസിസ് ബ്ലോക്കിന് നമ്മളൊരു ഹാഷ് വാല്യൂ കണ്ടുപിടിക്കും. ഓക്കെ, ആ ഹാഷ് വാല്യൂ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പുതിയ ബ്ലോക്കിന് പ്രീവിയസ് ബ്ലോക്കിലോട്ട് ലിങ്ക് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, സോ സപ്പോസ് ദിസ് ഈസ് അവർ ബ്ലോക്ക് 1, ബ്ലോക്ക് 0. ഓക്കെ, ദിസ് ഈസ് അവർ ഇനീഷ്യൽ ബ്ലോക്ക്, ബ്ലോക്ക് 0. നമ്മൾ ബ്ലോക്ക് 1 ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ബ്ലോക്ക് 0ന്റെ ഹാഷ് വാല്യൂവിനെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കും. അതാണ് നമ്മൾ ഹെഡറിന്റെ അകത്ത് പ്രീവിയസ് ഹാഷ് എന്ന് കൊടുക്കണം. അപ്പൊ ഈ പ്രീവിയസ് ഹാഷ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിന് മുന്നത്തെ ബ്ലോക്ക് ഏതാണെന്ന്. കാരണം നമുക്ക് ആ വാല്യൂ ഇവിടെ ഉണ്ടായിരിക്കും. ഓരോ ബ്ലോക്കിലും ആ ബ്ലോക്കിന്റെ ഹാഷ് വാല്യൂ എന്താണെന്നുള്ളത് ഉണ്ടാകും, അതേപോലെ തന്നെ പ്രീവിയസ് ബ്ലോക്കിന്റെ ഹാഷ് വാല്യൂ എന്താണെന്നുള്ളത് ഉണ്ടാവും. ഇനി ഞാൻ ബ്ലോക്ക് 2 ക്രിയേറ്റ് ചെയ്തു നോക്ക്. അപ്പൊ ബ്ലോക്ക് 2 ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ബ്ലോക്ക് 2വിന്റെ അകത്ത് അതിന്റെ ഹാഷ് വാല്യൂ നമ്മൾ സേവ് ചെയ്ത് വെക്കും, അതോടൊപ്പം തന്നെ അതിന്റെ പ്രീവിയസ് ബ്ലോക്കിന്റെ ഹാഷ് വാല്യൂവിന് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഈ പ്രീവിയസ് ഹാഷ് വാല്യൂ വെച്ചിട്ടാണ് അത് ഏത് ബ്ലോക്ക് ആണെന്നുള്ളത് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഓരോ ബ്ലോക്സിനെ ബ്ലോക്ക് ചെയിനിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ ജനറിക് സ്ട്രക്ചർ ഓഫ് എ ബ്ലോക്ക് ചെയിൻ. ഇനി നമുക്ക് ഓരോ എലമെന്റ്സ് എന്താന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ദ അഡ്രസ്. ഇപ്പൊ ഒരു ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇറ്റ്സ് എ പിയർ ടു പിയർ നെറ്റ്വർക്ക്. അതിന്റെ അകത്ത് കുറെ നോഡ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ നോഡ്സുകൾ തമ്മിലാണ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇവർക്ക് ഡയറക്ട്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അല്ലെ? അപ്പൊ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഓരോ നോഡ്സിനും അതിൻ്റെതായ യുണീക്ക് ആയിട്ടുള്ള ഒരു ഐഡന്റിഫയർ വേണം. നമുക്ക് ആ നോഡ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡ്രസ്. ഇതാണ് ഫസ്റ്റ് എലിമെന്റ് ഓഫ് ബ്ലോക്ക് ചെയിൻ. അഡ്രസ് എന്ന് പറഞ്ഞാൽ എന്താ? They are the unique identifiers used in the blockchain transaction to denote senders and recipients. അപ്പൊ ഒരു ട്രാൻസാക്ഷൻ നടന്ന അത് ആര് സെൻഡ് ചെയ്ത ട്രാൻസാക്ഷൻ ആണ്, അല്ലെങ്കിൽ ആർക്കാണ് അത് റിസീവ് ചെയ്യേണ്ടത്, ഇതൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ഈ അഡ്രസ്സസ് യൂസ് ചെയ്തിട്ടാണ്. Now the second element is transaction. So നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്തിട്ട് ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റും. അപ്പൊ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നതാണ് the fundamental unit of a blockchain. അപ്പൊ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? It represents a transfer of value from one address to another.
അപ്പൊ നമ്മൾ ഒരു അഡ്രസ്സിൽ നിന്ന് വേറൊരു അഡ്രസ്സിലേക്ക് എന്തെങ്കിലും ഒരു വാല്യൂവിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ക്യാൻ ബി മണി ഓർ ഇറ്റ് ക്യാൻ ബി സം ബിറ്റ് ഓഫ് ഇൻഫർമേഷൻസ്, ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. ഓക്കെ, ഒരു വാല്യൂവിന് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരു അഡ്രസ്സിൽ നിന്ന് വേറൊരു അഡ്രസ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എലമെന്റ് ഈസ് പിയർ ടു പിയർ നെറ്റ്വർക്ക്. ഇതും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ. ഒരു ബ്ലോക്ക് ചെയിൻ വർക്ക് ചെയ്യണമെങ്കിൽ അതിന് അടിസ്ഥാനപരമായിട്ട് എന്ത് വേണം? അതിനൊരു നെറ്റ്വർക്ക് ഉണ്ടായിരിക്കണം. അത് എങ്ങനത്തെ നെറ്റ്വർക്ക് ആണ്? ഒരു പിയർ ടു പിയർ നെറ്റ്വർക്ക് ആണ്. Okay, so as the name implies, a peer-to-peer network is a network topology wherein all peers can communicate each other and send and receive messages. അതായത് നെയിം പറയുന്ന പോലെ തന്നെ പിയർ ടു പിയർ എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്ക് ടോപ്പോളജി ആണ്. അതായത് നെറ്റ്വർക്കിലത്തെ ഒരു ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ്. എങ്ങനത്തെ അറേഞ്ച്മെന്റ്? അതിന്റെ അകത്തത് എല്ലാ പിയേഴ്സും, പിയേഴ്സ് മീൻസ് നോഡ്സ് ഓഫ് ദ നെറ്റ്വർക്ക്, ഓരോ നോഡ്സും അല്ലെങ്കിൽ ഓരോ സിസ്റ്റം അല്ലെങ്കിൽ ഓരോ യൂസേഴ്സിനും ഡയറക്ട്ലി പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് അവർക്ക് മെസ്സേജസ് പരസ്പരം സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും ട്രാൻസാക്ഷൻസ് നടത്താനൊക്കെ പറ്റുന്ന ഒരു നെറ്റ്വർക്ക് ആണ് പിയർ ടു പിയർ നെറ്റ്വർക്ക്. Now the next element is block. ഇപ്പൊ ബ്ലോക്ക് നമുക്കറിയാം, ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നതിന്റെ ഒരു ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ? ബ്ലോക്ക് ആണ്. ബ്ലോക്സ് വെച്ചിട്ടാണ് നമ്മൾ ബ്ലോക്ക് ചെയിനെ ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെ, റൈറ്റ്? അപ്പൊ ബ്ലോക്കിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ബ്ലോക്കിന്റെ ഹെഡറും അതുപോലെ ബ്ലോക്കിന്റെ ബോഡി. അപ്പൊ ബോഡി ഓഫ് ദി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ലിസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻസ്. അപ്പൊ ഈ സെൻഡറും റിസീവറും തമ്മിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ്, അങ്ങനത്തെ ഒരുപാട് ട്രാൻസാക്ഷൻസ് ആയിരിക്കും ബ്ലോക്ക് ബോഡിയിൽ ഉണ്ടാവുന്നത്. അത് ഒരു സെൻഡർ ഒരു റിസീവർക്ക് അയച്ചേക്കുന്ന ട്രാൻസാക്ഷൻ മാത്രമായിരിക്കില്ല, കുറെ ട്രാൻസാക്ഷൻസ്, പല പല ട്രാൻസാക്ഷൻസിന്റെ ഒരു ലിസ്റ്റ് ആയിരിക്കും ബ്ലോക്ക് ബോഡിയിൽ ഉണ്ടായിരിക്കുന്നത്. ആക്ച്വലി ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ നമ്മൾ അത് അപ്പൊ തന്നെ ഒരു ബ്ലോക്കിലോട്ട് ആഡ് ചെയ്യില്ല. നമ്മൾ ആക്ച്വലി എന്താ ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ആ ട്രാൻസാക്ഷനെ ഒരു മെമ്മറി പൂളിലോട്ട് ആഡ് ചെയ്യും. ആ മെമ്മറി പൂളിനെ നമ്മൾ ട്രാൻസാക്ഷൻ പൂൾ എന്നാണ് പറയുന്നത്. ജസ്റ്റ് ലൈക്ക് എ ബഫർ, ഒരു ബഫർ പോലെയൊക്കെ ഉള്ള ഒരു മെമ്മറി പൂളാണ് ട്രാൻസാക്ഷൻ പൂൾ. അപ്പൊ എത്ര ട്രാൻസാക്ഷൻസ് ജനറേറ്റ് ചെയ്യണോ എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ ആക്ച്വലി ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ഇനീഷ്യലി നമ്മൾ ഈ ട്രാൻസാക്ഷൻ പൂളിലോട്ട് ആഡ് ചെയ്യും. എന്നിട്ട് ഈ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിന്റെ അകത്തുള്ള സ്പെഷ്യൽ നോഡ്സ് ഉണ്ട്, ബ്ലോക്സിനെ ജനറേറ്റ് ചെയ്യണ സ്പെഷ്യൽ നോഡ്സ്. ഇപ്പൊ ബിറ്റ് കോയിൻ നെറ്റ്വർക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ നോഡ്സിനെ മൈനേഴ്സ് എന്ന് പറയും, ബിറ്റ് കോയിൻ മൈനേഴ്സ് എന്ന് പറയും. ഈ മൈനേഴ്സിന്റെ ഡ്യൂട്ടിയാണ് പുതിയ ബ്ലോക്സിനെ ജനറേറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പൊ കുറെ നോഡുകൾ ഇതുപോലെ മൈനേഴ്സ് ആയിരിക്കും. അപ്പൊ എല്ലാവരുടെയും ബ്ലോക്കിനെ നമ്മൾ സെലക്ട് ചെയ്യില്ല, ഒരു മൈനറിന്റെ ബ്ലോക്കിനെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. ആര് ജനറേറ്റ് ചെയ്ത ബ്ലോക്കിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതൊക്കെ ചില കണ്ടീഷൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതൊക്കെ നമുക്ക് പിന്നീട് കാണാം. ഇപ്പൊ മനസ്സിലാക്കാം, മൈനേഴ്സ് പുതിയ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യും, ബ്ലോക്കിലോട്ട് കുറച്ച് ലിസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻസിനെ ആഡ് ചെയ്യും. അത് ഏതൊക്കെ ട്രാൻസാക്ഷൻ ആണെന്നുള്ളത് നമ്മൾ ഈ ട്രാൻസാക്ഷൻ പൂളിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അതിലുള്ള ട്രാൻസാക്ഷൻസിൽ ഏത് ട്രാൻസാക്ഷൻസ് സെലക്ട് ചെയ്താലാണോ ഈ മൈനേഴ്സിന് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുക, അവർക്ക് ഏറ്റവും കൂടുതൽ പേയ്മെന്റ് കിട്ടുന്നത് ഏത് ട്രാൻസാക്ഷൻസ് സെലക്ട് ചെയ്താലാണോ അങ്ങനത്തെ ട്രാൻസാക്ഷൻസിനെ നോക്കി സെലക്ട് ചെയ്തിട്ടായിരിക്കും മൈനർ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഈ ബ്ലോക്കിന്റെ അകത്ത് ആഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്ലോക്കിലോട്ട് കുറച്ച് ലിസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻസിനെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. അതാണ് ബ്ലോക്ക് ബോഡിയിൽ ഉണ്ടായിരിക്കുക. ഇനി ബ്ലോക്ക് ഹെഡറിൽ എന്താ ഉണ്ടാവുക? ബ്ലോക്ക് ഹെഡറിന്റെ അകത്ത് നമ്മൾ ഈ കാണുന്ന 4 വാല്യൂസ് ആണ് ഉണ്ടായിരിക്കുക. ഇതിൽ നമുക്ക് താഴ്ത്തുനിന്ന് നോക്കാം. ഫസ്റ്റ് ഈസ് ദ മെർക്കിൾ റൂട്ട്. മെർക്കിൾ റൂട്ട് എന്താ? ഫസ്റ്റ് മൊഡ്യൂളിൽ മെർക്കിൾ ട്രീ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്, റൈറ്റ്? അപ്പൊ മെർക്കിൾ ട്രീ എന്ന് പറയുന്ന ആ ഒരു ട്രീയുടെ റൂട്ട് വാല്യൂവിനെയാണ് നമ്മൾ മെർക്കിൾ റൂട്ട് എന്ന് പറയുന്നത്. ഈ മെർക്കിൾ ട്രീ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്? ഈ ലിസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻസ്, ഈ ബോഡിയിലുള്ള ലിസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻസിന്റെ ഹാഷ് വാല്യൂസ് യൂസ് ചെയ്താണ് മെർക്കിൾ ട്രീ ജനറേറ്റ് ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ട് ജസ്റ്റ് പറയാം, ഇപ്പൊ ഒരു ട്രാൻസാക്ഷൻ 1 ഉണ്ട്, ട്രാൻസാക്ഷൻ 2 ഉണ്ട്, ട്രാൻസാക്ഷൻ 3 ഉണ്ട് നിങ്ങൾക്ക്. ഈ ട്രാൻസാക്ഷൻ 1ന്റെ ഒരു ഹാഷ് വാല്യൂവിനെ കണ്ടുപിടിച്ചു, H1. ട്രാൻസാക്ഷൻ 2ന്റെ ഹാഷ് വാല്യൂ H2 കണ്ടുപിടിച്ചു. ട്രാൻസാക്ഷൻ 3യുടെ ഹാഷ് വാല്യൂ H3 കണ്ടുപിടിച്ചു. സപ്പോസ് there is one more transaction T4 and its hash value is H4. Okay, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനി ഈ ഹാഷ് വാല്യൂസിനെ കമ്പൈൻ ചെയ്ത് നമ്മൾ പുതിയ റൂട്ട് കണ്ടുപിടിക്കും. അതായത് H1 എന്ന് പറയുന്ന ട്രാൻസാക്ഷനും H2 എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ, ആക്ച്വലി they are no transaction, they are the hash values of transactions. ഈ ഹാഷ് വാല്യൂസിനെ കമ്പൈൻ ചെയ്ത് പുതിയൊരു ഹാഷ് വാല്യൂ കണ്ടുപിടിക്കും, H12. അതുപോലെ H3, H4 എന്ന് പറയുന്ന ഹാഷ് വാല്യൂസിനെ കമ്പൈൻ ചെയ്ത് H34 എന്ന് പറയുന്ന പുതിയൊരു ഹാഷ് വാല്യൂ കണ്ടുപിടിക്കും. നമ്മൾ എന്ത് ചെയ്യും? ഈ ഹാഷ് വാല്യൂസ്, പുതിയ ഹാഷ് വാല്യൂസിനെ കംപ്ലീറ്റ്ലി കമ്പൈൻ ചെയ്ത് നമ്മൾ ഒരു ഹാഷ് വാല്യൂ കണ്ടുപിടിക്കും. ദാറ്റ് ഈസ് ദ റൂട്ട് ഓഫ് ദ ട്രീ.
ഇങ്ങനെ എത്ര ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിലും നമ്മൾ റൂട്ടിലോട്ടേക്ക് എത്തണ വരെ ഈ ഹാഷ് വാല്യൂസിനെ കമ്പൈൻ ചെയ്ത് മുകളിലോട്ടേക്ക് എത്തിക്കും. ആൻഡ് ഫൈനലി വി വിൽ ഗെറ്റ് ദ റൂട്ട് ഓഫ് ദ മെർക്കിൾ ട്രീ. ഈ റൂട്ടിനെയാണ് നമ്മൾ മെർക്കിൾ റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഒരു ബ്ലോക്കിൽ എത്ര ട്രാൻസാക്ഷൻസ് ഉണ്ടോ ഓരോ ട്രാൻസാക്ഷന്റെ ഹാഷ് വാല്യൂ കണ്ടുപിടിച്ച് ആ ഹാഷ് വാല്യൂസിനെ കമ്പൈൻ ചെയ്ത് ഒരു മെർക്കിൾ ട്രീ ക്രിയേറ്റ് ചെയ്ത് ട്രീയുടെ റൂട്ട് വാല്യൂ, റൂട്ടിലുള്ള ഹാഷ് വാല്യൂ, അതിനെയാണ് മെർക്കിൾ റൂട്ട് എന്ന് പറയുന്ന വാല്യൂവിനെയാണ് നമ്മൾ ഈ ഹെഡറിൽ മെർക്കിൾ റൂട്ട് എന്ന് പറയുന്ന വാല്യൂവിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, സോ ദിസ് കറന്റ് ബ്ലോക്കിന്റെ ഹാഷ് വാല്യൂ ആയിരിക്കും ഈ മെർക്കിൾ റൂട്ടിൽ ഉണ്ടായിരിക്കുക. ഇതുപോലെ എത്ര ബ്ലോക്സ് ക്രിയേറ്റ് ചെയ്താലും എല്ലാ ബ്ലോക്സിനും ഇതുപോലെ ഒരു മെർക്കിൾ റൂട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, ആൻഡ് ദാറ്റ് വിൽ ബി ദ ഹാഷ് വാല്യൂ ഓഫ് ദിസ് ബ്ലോക്ക്. ഓക്കെ, നൗ ദ നെക്സ്റ്റ് തിങ് ഈസ് ടൈം സ്റ്റാമ്പ്. ടൈം സ്റ്റാമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബ്ലോക്കിന് നമ്മൾ ജനറേറ്റ് ചെയ്ത ടൈം, ആ ടൈമിനെയാണ് നമ്മൾ ടൈം സ്റ്റാമ്പ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് നോൺസ്. നോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൺ ടൈം വാല്യൂ ആണ്. ഇത് നമ്മൾ ക്രിപ്റ്റോഗ്രാഫിക് ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് പല ക്രിപ്റ്റോഗ്രാഫിക് ഓപ്പറേഷൻസിനും യൂസ് ചെയ്യേണ്ട ഒരു വാല്യൂ, അതാണ് ഒരു നമ്പർ. ആ നമ്പർ ആണ് നോൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഓരോ ബ്ലോക്കിലും അതിന്റെ നോൺസ് വാല്യൂ ഉണ്ടായിരിക്കും. പിന്നെ ഏറ്റവും ടോപ്പിൽ എന്താ കാണുന്നത്? പോയിന്റർ ടു ദ പ്രീവിയസ് ബ്ലോക്സ് ഹാഷ്, പ്രീവിയസ് ബ്ലോക്കിന്റെ ഹാഷ് വാല്യൂ. അപ്പൊ ഈ ഒരു വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ പ്രീവിയസ് ബ്ലോക്കിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോ ഇതിന്റെ പ്രീവിയസ് ബ്ലോക്ക് ഇതാണെന്ന് വിചാരിക്കും, ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ബ്ലോക്കിന്റെ പ്രീവിയസ് ബ്ലോക്ക്. അപ്പൊ ഈ ബ്ലോക്കിൽ എന്താ, ഒരു ബ്ലോക്ക് ഹെഡർ ഉണ്ടായിരിക്കും, അതുപോലെ ബ്ലോക്ക് ബോഡി ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ ഒരു ലിസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻസ് ഉണ്ടായിരിക്കും. ഈ ലിസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യും? ഒരു മെർക്കിൾ റൂട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, റൈറ്റ്? അതുപോലെ ബാക്കിയുള്ള ഹെഡേഴ്സ്, ടൈം സ്റ്റാമ്പ്, നോൺസ്, ഇതെല്ലാനും അതുപോലെ തന്നെ ഇതിന്റെ പ്രീവിയസ് ബ്ലോക്കിന്റെ ഹാഷ് വാല്യൂ അതൊക്കെ ഇവിടെ ഹെഡറിൽ ഉണ്ടായിരിക്കും. ബട്ട് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ പ്രീവിയസ് ബ്ലോക്കിലെ റൂട്ട് വാല്യൂ, ഈ മെർക്കിൾ റൂട്ട്, ഈ റൂട്ട് വാല്യൂ ആണ് നമ്മൾ ഈ കറന്റ് ബ്ലോക്കിൽ ഈ ഒരു ഫീൽഡിലോട്ടേക്ക് കൊടുക്കുന്നത്. പോയിന്റർ ടു ദ പ്രീവിയസ് ബ്ലോക്സ് ഹാഷ് എന്ന് പറയുന്നത് പ്രീവിയസ് ബ്ലോക്കിന്റെ മെർക്കിൾ റൂട്ട് വാല്യൂ എന്താണോ ആ വാല്യൂവിനെയാണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ക്ലിയർ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു ബ്ലോക്കിന്റെ അകത്ത് വരുന്നത്. Now the next element of the blockchain is the scripting or the programming language. അതായത് ഈ ട്രാൻസാക്ഷൻസിനൊക്കെ നമ്മൾ എഴുതണത് ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടായിരിക്കും, അല്ലെ? ഇപ്പൊ നിങ്ങൾക്ക് ലാസ്റ്റ് മൊഡ്യൂളിൽ സ്ക്രിപ്റ്റ് ചെയ്യണതിന് വേണ്ടിയിട്ടുള്ള ഒരു ലാംഗ്വേജ് പഠിക്കാനുണ്ട്. അതേപോലെ ഡിഫറെന്റ് ലാംഗ്വേജസ് ഉണ്ട്. ആ ലാംഗ്വേജ് ആണ് നെക്സ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ബിറ്റ്കോയിൻ നെറ്റ്വർക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിനെ സ്ക്രിപ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ അകത്ത്, ആ ഒരു ലാംഗ്വേജിന്റെ അകത്ത് കുറെ സെറ്റ് ഓഫ് കമന്റ്സ് ആയിരിക്കും. നമ്മൾ ഈ ബിറ്റ്കോയിൻസിനൊക്കെ എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒക്കെ ഒരു സെറ്റ് ഓഫ് കമന്റ്സ് ആയിരിക്കും ഈ ഒരു ലാംഗ്വേജിന്റെ അകത്ത് ഉണ്ടായിരിക്കുന്നത്. Now the next element is virtual machine. നമ്മൾ പറഞ്ഞു ഒരു ബ്ലോക്ക് ചെയിൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻവയൺമെന്റ്, ആ ഒരു എൻവയൺമെന്റ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിർച്വൽ മെഷീൻസ് യൂസ് ചെയ്യുന്നത്. എല്ലാ ബ്ലോക്ക് ചെയിൻസിനും വിർച്വൽ മെഷീൻസ് ഉണ്ടാവണം എന്നില്ല, പക്ഷെ ചില ബ്ലോക്ക് ചെയിൻസിന് വിർച്വൽ മെഷീൻസ് ഉണ്ടായിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതേറിയം വിർച്വൽ മെഷീൻ, ഇതേറിയം നെറ്റ്വർക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് EVM എന്ന് പറയുന്ന വിർച്വൽ മെഷീൻ. അതുപോലെ വേറെ ചില ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വിർച്വൽ മെഷീൻ ആണ് ചെയിൻ വിർച്വൽ മെഷീൻ എന്ന് പറയുന്നത്. സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബ്ലോക്ക് ചെയിനിൽ നമ്മൾ ഡിഫറെന്റ് വിർച്വൽ മെഷീൻസ് ആണ് യൂസ് ചെയ്യുന്നത്. Now the next element is state machine. സ്റ്റേറ്റ് മെഷീൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബ്ലോക്ക് ചെയിന്റെ കറന്റ് സ്റ്റേറ്റ് എന്താണെന്നുള്ളത് കാട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ഓരോ ട്രാൻസാക്ഷൻസ് നടത്തുമ്പോഴും നമ്മുടെ ബ്ലോക്ക് ചെയിന്റെ സ്റ്റാറ്റസ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ പുതിയതായിട്ട് ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തപ്പോഴും ആ ബ്ലോക്കിനെ ബ്ലോക്ക് ചെയിനിലോട്ട് ആഡ് ചെയ്യുമ്പോഴൊക്കെ നമ്മളുടെ സ്റ്റേറ്റ് ഓഫ് ദി ബ്ലോക്ക് ചെയിൻ മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? അപ്പൊ ഓരോ തവണയും സ്റ്റേറ്റ് മാറുമ്പോഴും കറന്റ് സ്റ്റേറ്റ് എന്താണെന്നുള്ളത് നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നത് ഈ സ്റ്റേറ്റ് മെഷീനിലാണ്. So we can say that blockchain can be viewed as a state transition mechanism, whereby a state is modified from its initial form to the next one by nodes on the blockchain network as a result of transaction execution. ഓരോ ട്രാൻസാക്ഷൻസും നടന്നു കഴിയുമ്പോഴും എന്താണ് സംഭവിക്കുന്നത്? ആ ബ്ലോക്ക് ചെയിന്റെ സ്റ്റേറ്റിന് ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. Now the next element is smart contracts. അപ്പോൾ സ്മാർട്ട് കോൺട്രാക്ട്സ് നമ്മൾ ഓൾറെഡി ബ്ലോക്ക് ചെയിൻ ആർക്കിടെക്ചർ പഠിക്കുന്ന സമയത്ത് കണ്ടിരുന്നു. സ്മാർട്ട് കോൺട്രാക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതായത് ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ചെയ്യുന്ന കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. ആ ഒരു പ്രോഗ്രാംസിനെയാണ് നമ്മൾ സ്മാർട്ട് കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. ദീസ് പ്രോഗ്രാംസ് ആർ എൻഫോഴ്സിബിൾ ആൻഡ് ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ടബിൾ. ഇപ്പൊ എപ്പോഴാണ് ഇത് ഓട്ടോമാറ്റിക്കലി റൺ ആവുന്നത്? വെൻ സർട്ടൻ കണ്ടീഷൻസ് ആർ മെറ്റ്.
ചില കണ്ടീഷൻസ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിയുമ്പോഴാണ് ഈ സ്മാർട്ട് കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. ആക്ച്വലി ദേ ആർ ജസ്റ്റ് പ്രോഗ്രാംസ്. സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുന്നത് ചില പ്രോഗ്രാംസ് ആണ്. പ്രോഗ്രാം ഓട്ടോമാറ്റിക്കലി ആണ് റൺ ചെയ്യുന്നത്. അത് ഓട്ടോമാറ്റിക്കലി റൺ ആവുന്നത് എപ്പോഴാണ്? നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആയി കഴിയുമ്പോൾ ഈ സ്മാർട്ട് കോൺട്രാക്ട്സ് എക്സിക്യൂട്ടബിൾ ആവും. നൗ നെക്സ്റ്റ് ഇസ് ദ നോഡ്. നോഡ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിൽ ഒരു ബേസിക് ആയിട്ടുള്ള എലമെന്റ് ആണ് നോഡ് എന്ന് പറയുന്നത്. പിയർ ടു പിയർ നെറ്റ്വർക്കിലത്തെ ഓരോ പിയേഴ്സിനെ നമ്മൾ ഒരു നോഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ചില നോഡ്സ് ജസ്റ്റ് സെൻഡറും റിസീവറും ആയിട്ട് പെർഫോം ചെയ്യുന്ന നോഡ്സ് ആയിരിക്കും. പക്ഷെ ചില നോഡ്സ് മൈനേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന നോഡ്സ് ആയിരിക്കും. അതായത് പുതിയ ബ്ലോക്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത്, ഓരോ ട്രാൻസാക്ഷൻസിനെ വാലിഡേറ്റ് ചെയ്യുന്നത്, അത് കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യുന്നത്, ട്രാൻസാക്ഷൻസിനെ ബ്ലോക്കിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, അങ്ങനെ പല പല പർപ്പസുകളാണ് ഒരു നോഡിനുള്ളത്. സോ നോഡ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് എ ബ്ലോക്ക് ചെയിൻ. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളുടെ ബ്ലോക്ക് ചെയിൻ്റെ അകത്തത് ഡിഫറെന്റ് എലിമെന്റ്സ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ ജനറൽ സ്ട്രക്ചർ ഓഫ് എ ബ്ലോക്ക് ചെയിൻ. കുറെ ബ്ലോക്സ് ഉണ്ടായിരിക്കും. ഈ ബ്ലോക്സുകൾ തമ്മിൽ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കും യൂസിങ് ദ ഹാഷ് വാല്യൂ ഓഫ് ദ പ്രീവിയസ് ബ്ലോക്ക്. ഇപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ജെനസിസ് ബ്ലോക്കിന് മാത്രം പ്രീവിയസ് ഹാഷ് വാല്യൂ ഉണ്ടായിരിക്കില്ല. അതായത് പ്രീവിയസ് ബ്ലോക്കിലോട്ടുള്ള കണക്ഷൻ ഉണ്ടായിരിക്കില്ല. ആൻഡ് വാട്ട്സ് ദ റീസൺ ഫോർ ദാറ്റ്? ബിക്കോസ് ജെനസിസ് ബ്ലോക്ക് ഈസ് ദ ഇനീഷ്യൽ ബ്ലോക്ക്. അതാണ് ഫസ്റ്റത്തെ ബ്ലോക്ക്. അതിന് പ്രീവിയസ്ലി വേറെ ബ്ലോക്ക് ഇല്ല. അപ്പൊ പിന്നെ നമുക്ക് പ്രീവിയസ് ബ്ലോക്കിന്റെ ഹാഷ് വാല്യൂ ആഡ് ചെയ്യാൻ പറ്റില്ലല്ലോ, അല്ലെ? ജസ്റ്റ് എ കോമൺ സെൻസ്, റൈറ്റ്? സോ ജെനസിസ് ബ്ലോക്കിന് മാത്രം പ്രീവിയസ് ഹാഷ് വാല്യൂ ഉണ്ടായിരിക്കില്ല. ബാക്കി എല്ലാ ബ്ലോക്സും ഇറ്റ് വിൽ ബി ലുക്കിംഗ് സിമിലർ. So that's all about the different elements of the blockchain. I hope it's very clear. And if you have any doubts, you can comment it down. So see you soon in the next video. Thank you.